ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ബംഗളൂരുവിൽ റോയൽ ചലഞ്ചേഴ്സിന്റെ IPL വിജയാഘോഷങ്ങൾക്കിടെ തിക്കിലും തിരക്കിലും 8 മരണം, നിരവധി പേരുടെ നില ഗുരുതരം. ഇന്ത്യൻ പ്രതിരോധ സേനയിലെ വിശിഷ്ട സേവാ മെഡലുകൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വൃക്ഷത്തൈ നടീൽ പരിപാടിക്ക് നേതൃത്വം നൽകും. കേരളത്തിൽ ദേശീയപാതാ നിർമ്മാണത്തിലുണ്ടായ വീഴ്ചകളിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അടുത്ത മാസം 21-ന് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. രാജ്യത്ത് 2027 ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ജാതി തിരിച്ചുള്ള കണക്കെടുപ്പും ഇതോടൊപ്പം നടത്തും. വാർത്തകൾ വിശദമായി. ബംഗളൂരുവിൽ റോയൽ ചലഞ്ചേഴ്സിന്റെ IPL വിജയാഘോഷങ്ങൾക്കിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 8 പേർ മരിച്ചു. നിരവധി പേരുടെ നില ഗുരുതരമാണ്. മരണസംഖ്യ ഉയരാനാണ് സാധ്യത. അപകടത്തിൽ പരിക്കേറ്റ 50-ലേറെ പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആയിരക്കണക്കിന് ആരാധകർ വിവിധ ഗേറ്റുകളിലൂടെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതാണ് തിക്കിനും തിരക്കിനും ഇടയാക്കിയത്. സുരക്ഷാ കാരണങ്ങളാൽ ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്കുള്ള വിജയാഘോഷ പരേഡിന് കർണാടക സർക്കാർ നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയിലെ വിശിഷ്ട സേവാ മെഡലുകൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 2 കീർത്തിചക്രയും 14 ശൌര്യചക്രയും ഉൾപ്പെടെ ധീരതയ്ക്കുള്ള 93 മെഡലുകളാണ് രാഷ്ട്രപതി സമ്മാനിച്ചത്. ഇതിൽ 12 മെഡലുകൾ മരണാനന്തര ബഹുമതിയായാണ് നൽകിയത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നാളെ ന്യൂഡൽഹിയിലെ ഭഗവാൻ മഹാവീർ വനസ്ഥലി പാർക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൃക്ഷത്തൈ നടീൽ പരിപാടിക്ക് നേതൃത്വം നൽകും. ഏക് പേഡ് മാ കെ നാം സംരംഭത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഒരു ആൽമരത്തൈ നടും. 700 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതിയുടെ ഭാഗമാണിത്. ആരവല്ലിയിലെ ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ പ്രതിരോധം മെച്ചപ്പെടുത്തുക തുടങ്ങിയവ പദ്ധതി ലക്ഷ്യമിടുന്നു. ഡൽഹി സർക്കാരിന്റെ സുസ്ഥിര ഗതാഗത പദ്ധതിയുടെ ഭാഗമായി 200 ഇലക്ട്രിക് ബസ്സുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നാളെ നിർവഹിക്കും. രാജ്ഭവനിൽ ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് ഉദ്ഘാടനം. ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ക്ലിഫ് ഹൌസിൽ നിർവഹിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ 2025 സംസ്ഥാന പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി നാളെ വിതരണം ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അടുത്ത മാസം 21-ന് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഓഗസ്റ്റ് 12 വരെ സമ്മേളനം തുടരും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം നിലനിൽക്കെയാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയുടെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർലസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായും ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ ധാരണയായതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പഹൽഗാമിലെ ക്രൂരമായ ഭീകരാക്രമണത്തിനെതിരെയായ ഇന്ത്യയുടെ ദൃഢനിശ്ചയ പ്രതികരണത്തിന് ഓസ്ട്രേലിയ നൽകിയ വ്യക്തമായ പിന്തുണയ്ക്ക് ഇന്ത്യ നന്ദി അറിയിച്ചു. Significant milestones achieved in our bilateral defense relations since our last meeting. I hope that in the coming years we work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ ഇറ്റാലിയൻ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യ ഇറ്റലി സംയുക്ത സാമ്പത്തിക സഹകരണ കമ്മീഷന്റെ 22ാമത് സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി അധ്യക്ഷത വഹിക്കും. ഡിജിറ്റലൈസേഷൻ, ഊർജ്ജ പരിവർത്തനം, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ പുരോഗതി സമ്മേളനം വിലയിരുത്തും. ഇറ്റലിയിലെ ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘവുമായി ശ്രീ ഗോയൽ സംവദിക്കും. കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്തിന്റെ ഊർജ്ജ മേഖലയിൽ ഘടനാപരമായ മാറ്റം സംഭവിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുദ്ധവും എല്ലാവർക്കും താങ്ങാവുന്നതുമായ ഊർജ്ജത്തിന് മുൻതൂക്കം നൽകിയും സ്വയം പര്യാപ്തതയിൽ കേന്ദ്രീകരിച്ചുമാണ് ഈ മുന്നേറ്റം കൊണ്ടുവന്നതെന്ന് ഒരു ദിനപത്രത്തിന് വേണ്ടി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി എഴുതിയ ലേഖനം പങ്കുവച്ചുകൊണ്ട് ശ്രീ മോദി പറഞ്ഞു. പാകിസ്ഥാന് നൽകുന്ന സാമ്പത്തിക സഹായം ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് ഏഷ്യൻ വികസന ബാങ്കിന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യ. പാകിസ്ഥാന്റെ വർദ്ധിച്ചുവരുന്ന പ്രതിരോധ ചെലവ്, നികുതി GDP അനുപാതം കുറയൽ, പ്രകടമായ പുരോഗതിയുടെ അഭാവം എന്നിവ കണക്കിലെടുത്താണ് ADB വിഭവങ്ങളുടെ ദുരുപയോഗ സാധ്യതയെക്കുറിച്ച് ആശങ്കകൾ പങ്കുവച്ചതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് അടുത്ത ജനസംഖ്യാ കണക്കെടുപ്പ് 2027 നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ. 2 ഘട്ടങ്ങളായി നടക്കുന്ന കണക്കെടുപ്പിൽ ജാതി കണക്കെടുപ്പും നടത്തും. 2027 മാർച്ച് 1 മുതലാണ് കണക്കെടുപ്പെങ്കിലും ജമ്മുകശ്മീർ, ഹിമാചൽ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ അതിശൈത്യ മേഖലകളിൽ 2026 ഒക്ടോബർ 1 തന്നെ ഇത് ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. 2011 അവസാനമായി സെൻസസ് നടത്തിയത്. 2020-21 കണക്കെടുപ്പ് കോവിഡ് മഹാമാരിയെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. കേരളത്തിൽ ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ വീഴ്ചകളിൽ ശക്തമായ നടപടി ഉറപ്പു നൽകി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം ഉറപ്പു നൽകിയത്. മലപ്പുറം കൂരിയാട് ഉൾപ്പെടെ ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ അപാകതകൾ ആവർത്തിക്കില്ലെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 2025 ഡിസംബറിന് തന്നെ ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. 2025 ഡിസംബർ മാസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള NH66 പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി പൊതുവെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ പദ്ധതി മുടങ്ങില്ല. ഈ പദ്ധതി 2026 പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കാനാകും എന്ന് തന്നെയാണ് നിലവിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത്. നിർമ്മാണത്തിൽ ഒരു തരത്തിലുള്ള അപാകതയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് ഇടപെടുമെന്ന് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെയാണ് അവസാനിക്കുക. ഇന്നലെ നടന്ന പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ 7 പത്രികകൾ തള്ളിയ ശേഷം 18 പത്രികകളാണ് സ്വീകരിച്ചത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറും മത്സരരംഗത്തുണ്ട്. ഈ മാസം 19-നാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ജമ്മു കശ്മീർ സന്ദർശിക്കും. 46,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ചെനാബ് പാലം, വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ രാജ്യത്തിന് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് റെയിൽ പാലമായ അഞ്ചി പാലം എന്നിവ രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഖത്രയിൽ 350 കോടി രൂപയിലധികം ചെലവിൽ നിർമ്മിക്കുന്ന ശ്രീ മാതാ വൈഷ്ണോ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. തെക്കു പടിഞ്ഞാറൻ കാലവർഷം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ 2 ആഴ്ചയായി ശക്തമായി തുടരുന്നു. അസം, മേഘാലയ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പെയ്ത തീവ്രമഴ അസമിൽ പ്രളയസമാനമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. അസമിൽ വ്യാപക കൃഷിനാശത്തിന് പുറമെ 12ഓളം മരണവും റിപ്പോർട്ട് ചെയ്തു. മേഘാലയ, നാഗാലാന്റ്, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിൽ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറായി മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മധ്യപ്രദേശിൽ വാഹനാപകടത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു, 2 പേർക്ക് പരിക്ക്. ജാബുവ ജില്ലയിൽ ഇന്നലെ രാത്രി സിമന്റ് കയറ്റി വന്ന ട്രക്ക് വാനിന് മുകളിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. മരണമടഞ്ഞവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. രാജ്യത്ത് നിലവിൽ 4,302 കോവിഡ് ബാധിതരാണുള്ളതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിൽ 1,373 കേസുകൾ കേരളത്തിലാണ്. മഹാരാഷ്ട്രയിൽ 510ഉം ഗുജറാത്തിൽ 461 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ ഓക്സിജൻ ലഭ്യത, ഐസൊലേഷൻ സംവിധാനം, വെന്റിലേറ്റർ സൌകര്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബംഗളൂരുവിൽ റോയൽ ചലഞ്ചേഴ്സിന്റെ IPL വിജയാഘോഷങ്ങൾക്കിടെ തിക്കിലും തിരക്കിലും 8 മരണം, നിരവധി പേരുടെ നില ഗുരുതരം. ഇന്ത്യൻ പ്രതിരോധ സേനയിലെ വിശിഷ്ട സേവാ മെഡലുകൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വൃക്ഷത്തൈ നടീൽ പരിപാടിക്ക് നേതൃത്വം നൽകും. കേരളത്തിൽ ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ വീഴ്ചകളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അടുത്ത മാസം 21-ന് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. രാജ്യത്ത് 2027 ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ജാതി തിരിച്ചുള്ള കണക്കെടുപ്പും ഇതോടൊപ്പം നടത്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.